ദേ ഒരു കൂട്ടം ആക്രി സാധനങ്ങളുമായിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കരുത്. കണ്ടാൽ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, പൂനെയിൽ പോയിട്ട് എന്തൊക്കെയാണ് വാങ്ങിയതെന്നൊരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു. ശരിക്കും കാര്യമായിട്ടൊന്നും വാങ്ങിയിരുന്നില്ല. വാങ്ങിയതൊക്കെ ഞങ്ങളിവിടെ പൊളിച്ചൊക്കെ ഉപയോഗിക്കുകയും ചെയ്തു. ശരിക്കും പോയത് മോനെ കൊണ്ടാക്കാനായിരുന്നു. അപ്പോൾ മോന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങളിവിടെ കുറേ ഷോപ്സിൽ നിന്നെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ കുറേ സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അധികമൊന്നും വാങ്ങിയിട്ടില്ല. ചെറിയ ചെറിയ സാധനങ്ങൾ അവിടെ മെയിനായിട്ട് ഞങ്ങൾ 2-3 ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ മെയിനായിട്ട് കണ്ട ഷോപ്പ് മിസ്റ്റർ DIY എന്നൊരു സാധനം കേട്ടോ. നമ്മളെ എന്താ പറയുക, ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന് പറയില്ലേ, മിസ്റ്റർ DIY. അവിടെ ഭയങ്കര ഓഫർ, ശരിക്കും 60% വരെ ഡിസ്കൗണ്ടിൽ കുറേ സാധനങ്ങൾ ഞങ്ങൾ കണ്ടു. അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ചത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മോന് വാങ്ങിയ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ വാങ്ങിയ കുറച്ച് സാധനങ്ങൾ ഞങ്ങളിവിടെ കാണിക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൽ വാവ് എന്ന് പറയത്തക്ക ഒരു സാധനവും ഇല്ല കേട്ടോ. ഇത് കണ്ടതിന് ശേഷം ഇവന് വേറെ പണിയൊന്നുമില്ല എന്നാരും ചോദിക്കരുത്. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ. അപ്പം ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു കിച്ചൺ സിസേഴ്സിൻ്റെ ഒരു സെറ്റാണ്. കിച്ചൺ സിസറുണ്ട്, പീലറുണ്ട്, ഒരു നൈഫുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ചീപ്പാണ് ഇവിടെ. ശരിക്കും MRP 220 കാണുന്നുവെങ്കിലും 150 രൂപീസിനൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുപോലൊരു കത്തി മേടിച്ചായിരുന്നു. കിച്ചണിൽ ഉപയോഗിക്കാവുന്നൊരു കത്തിയുണ്ടോ, നല്ല ഭംഗിയുള്ളൊരു കത്തിയാണ്. നല്ല മൂർച്ചയെടുത്ത്, നല്ല മൂർച്ചയെന്ന് പറയാനുള്ള കാരണം ഞങ്ങൾ 2 സെറ്റ് വീതം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ലേഖയുടെ വീട്ടിലേക്കാണ്. ഞങ്ങൾ പൊളിച്ച് യൂസ് ചെയ്ത് നോക്കി. നല്ല മൂർച്ചയുള്ള കത്തി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ MRP കാണുന്നത് എത്രയാ, 126 ആണ്. പക്ഷേ 70 രൂപീസിനോ 80 രൂപീസിനോ അവിടെ നിന്ന് കിട്ടി കേട്ടോ. നല്ല കത്തിയാണ്. ബാക്കി കാണിക്കാം കേട്ടോ. ഒരു 6 സ്പൂണിൻ്റെ ഒരു സെറ്റ് മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത സെറാമിക് ഹാൻഡിലും വരും. നമ്മുടെ മൊസൈക്ക് ഡിസൈനുള്ള നമ്മുടെ മാർബിളിൻ്റെ ഡിസൈനുള്ള ഒരു സെറാമിക് ഹാൻഡിൽ കണ്ടുകൊണ്ട് മേടിച്ചതാണ്. ഇതിൻ്റെയും വില ഭയങ്കര ചീപ്പാനായിരുന്നു. 162 കാണുന്നു. പക്ഷേ 100 രൂപ 6 ഇഞ്ചിലങ്ങോട്ട് കിട്ടിയതാട്ടോ ഈ സാധനം. ഇനിയൊരു ഓയിൽ ബ്രഷ് മേടിച്ചു. ഓയിൽ ബ്രഷിൻ്റെയും 189 കാണുന്നു. പക്ഷേ 120 അങ്ങനെ എങ്ങാണ്ട് വന്നിട്ടുള്ളത് എൻ്റെ ഓർമ്മ. കറക്റ്റ് MRP ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ 60%ഓളം അല്ലെങ്കിൽ 50%ഓളം പലതിനും ഡിസ്കൗണ്ട് ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് മൂത്ത മോൻ മേടിച്ചതാണ്. ഫ്രോത്തർ, നമ്മൾ കോഫിയിലൊക്കെ ഫ്രോത്ത് ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ലേ, ഭയങ്കര ഇഫക്റ്റീവാണ്. ബാറ്ററി ഇട്ട് നോക്കി ഞങ്ങൾ, കണ്ടോ, ശരിക്കും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നുണ്ടായിരുന്നു. ഇത് 79 രൂപീസിനാണ് കിട്ടിയത്. MRP എത്ര അതിൽ കാണുന്നില്ല. 79 രൂപീസ് കേട്ടോ. ഇനി എല്ലാ വീട്ടിലും അത്യാവശ്യം ഉണ്ടായിരിക്കുന്ന ഒരു സ്പാനർ സെറ്റ്, നമ്മൾ റഞ്ച് എന്ന് പറഞ്ഞ സാധനം. ഇത് 1 2 3 4 5 സ്പാനേഴ്സിൻ്റെ ഒരു സെറ്റാണ്. ശരിക്കും ഇത് MRP 131 കാണുന്നെങ്കിലും എനിക്ക് വേണം 49 59 രൂപയാണ് ഞാൻ കൊടുത്തിരിക്കണേ. ഓക്കെ, അത് വെച്ചു. ഇനി അവിടെ നിന്ന് മേടിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു പാത്രം കണ്ടോ, നല്ല ഭംഗിയുള്ള പാത്രമാണ്. ഇതിൻ്റെ MRP വിലയൊന്നും ഞാൻ ഓർക്കുന്നില്ല. 299 MRP കാണുന്നുണ്ട് കേട്ടോ. ഇതും അവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ്. പിന്നെന്താ വാങ്ങിയത്, ഇത് 2 മഗ് കണ്ടോ, കുഞ്ഞു മഗ്ഗാണ്. ഇതൊരു ഷോ പീസായിട്ട് വെക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫ് മേടിച്ചതാണ്. ഒരു ചെക്കനും ഒരു കുഞ്ഞിപ്പെണ്ണും ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില 39 രൂപയായിരുന്നു ഒരെണ്ണത്തിൻ്റെ വില. MRP 59 കണ്ടാണ്, 59 കണ്ടാണ്. അങ്ങനെ 2 മേടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കിച്ചണിലേക്ക് നമ്മുടെ സെർവിങ് ട്രേസ് ആയിട്ട് അത്യാവശ്യം ഞാൻ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഫുഡൊക്കെ ഡിസ്പ്ലേ വെക്കാൻ ഇങ്ങനത്തെ പാത്രങ്ങൾ ഉപയോഗിക്കാറ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ്. ശരിക്കും MRP 380 ആണ്. 200 സംതിങ്ങിന് അത് കിട്ടി കേട്ടോ, എന്നെൻ്റെ ഓർമ്മ. നല്ല മെറ്റീരിയൽ കേട്ടോ. ഇനി എന്താ ഉള്ളത്, അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് കാണിക്കാനുള്ളത് 2 നൈഫ്, കോപ്പർ നൈഫ് എന്ന് പറഞ്ഞിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കാനഡയിൽ. പുള്ളി കാനഡയിൽ നിന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്നതാണ്. എൻ്റെ കുക്കിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ കാണിച്ചു എന്നല്ലോ കേട്ടോ. ഇനി എന്താ അവിടെ നിന്ന് വാങ്ങി, ടൂത്ത് പിക്ക് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടി കേട്ടോ. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ട് അവിടെ വാങ്ങിയാൽ, ഒരു ക്ലോക്ക്, ഒരു കോഫി മഗ്ഗിൻ്റെ ഷേപ്പിലുള്ളൊരു ക്ലോക്കാണ് അവിടെ നിന്ന് മേടിച്ചിരിക്കുന്നത്. നല്ല രസമല്ലേ കാണാൻ. ഇതിൻ്റെ MRP 490 ആണ്. 300 രൂപീസിന് എങ്ങോട്ട് കിട്ടി. രസമല്ലേ, അതവിടെ ഇരുന്നോട്ടെ. ഇനി മേടിച്ചിരിക്കുന്നേ ഇത് ലേഖ മേടിച്ച ബാഗാണ്. നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബാഗ് കണ്ടോ, ലേഡീസ് ബാഗാണ്, നല്ല ഭംഗിയുള്ളത്. ഇത് വില എനിക്ക് ഓർമ്മയില്ല കേട്ടോ. 299 MRP കാണുന്നുണ്ട്. എന്തായാലും ഡിസ്കൗണ്ട് ഉണ്ടാവും. 2 മേടിച്ചു. ഒരെണ്ണം ലേഖയുടെ കസിൻ സിസ്റ്ററിന് കൊടുത്തായിരുന്നു. 2ാമത്തെ പീസാണ്. പിന്നെ അതെ ഒരു സെറ്റ്, എന്താണ് നമ്മൾ കെട്ടുന്ന കയറില്ലേ, ഇതൊക്കെ 30 രൂപയ്ക്ക് കിട്ടിയ കേട്ടോ. എത്ര മീറ്ററൊന്നും കാണുന്നില്ല. വലിയ സാധനം, യൂസ്ഫുള്ളാണ്. ഇനി ഇതൊക്കെ എടുത്തു വെച്ചപ്പോൾ ഞാൻ കാണിച്ചു എന്നുള്ളൂ. ഇനി ഒരു സാധനം, ഇത് പൂനെയിൽ നിന്ന് വാങ്ങിയൊരു സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ DIY എന്ന് വാങ്ങിയതല്ല. ഇതെനിക്ക് വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിയത്. വെസ്റ്റ് സൈഡ് ട്രിവാൻഡ്രത്തും എല്ലായിടത്തും ഉണ്ട്. അവിടെ നിന്ന് വാങ്ങിയതാണ് ഈ സാധനം.
ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒന്നും ഉപയോഗിക്കാറില്ല. ഇതെല്ലാവർക്കും അറിയാം, നമ്മുടെ ബ്രോക്കൺ ഹാർട്ട് അല്ലെങ്കിൽ മോൺസ്റ്ററ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്, മിനിയേച്ചർ പ്ലാന്റ് ആണ്. ഭയങ്കര രസമല്ലേ ഇത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒറിജിനൽ വാങ്ങി നമ്മൾ കെയർ ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1000-ൽ കൂടുതൽ രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് 1200 രൂപയ്ക്കാണ് ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത്. ഇതിന് ഓഫറൊന്നും ഉണ്ടായില്ല. ഇത് ഫ്രഷ് പീസാണ്. ഞങ്ങൾ ഈ വീട്ടിൽ, ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒന്നും ഉപയോഗിക്കാറില്ല. പക്ഷേ ഞങ്ങൾക്ക് വേറൊരു വീടുണ്ട്, അവിടെ ഒരു 15 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ വെക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അവിടെ നനയ്ക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് അപ്പോൾ അവിടേക്ക് വാങ്ങിയതാണ്. ഈ പ്ലാന്റ്സ് ഇഷ്ടമായി തന്നെ കരുതണം. അത്രയ്ക്കും നല്ല ഒറിജിനൽ ലുക്കുള്ളൊരു പ്ലാന്റ് ആട്ടോ. ഇനി എന്താ, വേറെ ഒന്നുമില്ല കേട്ടോ. ഇനി ലേഖം അധികവും വാങ്ങിയിരിക്കുന്ന സാരികളൊക്കെയാണ്. സാരി, ചുരിദാർ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ മോന് കുറേ ഡ്രസ്സ്, ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കാണിച്ച് കൊളാക്കുന്നില്ല. എന്തായാലും നിങ്ങളുടെ നാട്ടിൽ DIY ഇപ്പം ഞാൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എറണാകുളം, കണ്ണൂർ, തൃശ്ശൂർ, പിന്നെ കോഴിക്കോട്, മലപ്പുറം ഈ ജില്ലകളിലൊക്കെ ഈ മിസ്റ്റർ DIYൻ്റെ ഷോപ്പ് അല്ലെങ്കിൽ ഷോറൂം ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് പോയി നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.